എൻ്റെ ഉമ്മാടവും എൻ്റെ വാപ്പുമാടവും കൂടെ പെട്ടികളാണ്. വീട് ജനിച്ച് വളർന്ന വീടാണ് ഇത്. ഓ, ചെലന്തേലടിക്കുന്ന അമ്മ തൂക്കുന്നു. അത് ശരി, നല്ലോണം തൂത്തൊക്കെ ഇട്ടേക്കുന്നു. വയറ്റിലെന്തമ്മ കെട്ടി വെച്ചേക്കുന്ന? അത് വയ്യ. ഇതും ഒരു ഫാമിലി താമസിച്ചതാണ് കേട്ടോ. എല്ലാം ഇപ്പം ദ്രവിച്ചൊക്കെ ഇരിക്കുന്നു. എങ്ങനെ കല്യാണം ഇങ്ങനെ ഒരു റൂമിൽ വെച്ചായിരിക്കും, തെക്കേ റൂം. എന്താ വോൾട്ടേജ് ഒന്നും ഇല്ലാതെ ഇതാണ് തെക്കേ റൂം. ലാസ്റ്റ് കല്യാണം നടന്നത് ഇവരുടെ കല്യാണമാണ്. അന്ന് പേരെഴുതിയൊക്കെ വെക്കുന്നതാണ്. ഇതാണ് ആ തെക്കേ റൂം. ഈ തെക്കേ റൂമിന് ഒരു പ്രത്യേകത ഉണ്ടാവും. ഈ ഇപ്പുറത്ത് വെളിയിലോട്ട് പോകണ ഒരു ഡോറുണ്ടാവും. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ അന്നത്തെ പുതിയാപ്പിളമാരൊക്കെ എല്ലാവരും മുമ്പിലോട്ടൊന്നും ഇറങ്ങത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു പണ്ട കാലത്തൊക്കെ അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ അതിനാണ് 2 ഡോറുണ്ടാവും. പുതിയാപ്പിളമാർക്കൊക്കെ ഇതിൽ ഇറങ്ങിപ്പോകാൻ പറ്റും. ഇങ്ങനെയുള്ള റൂമാണ് ഈ റൂമിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ 44 വർഷമായ വീടാണ് കേട്ടോ. ഇടിച്ചു പൊട്ടിയൊക്കെ ഇരിക്കുന്നത്. ഈ റൂമിനൊരു പ്രത്യേകതയുണ്ട്. ഈ റൂം വെളിയിലുമായിട്ട് ഒരു കണക്ഷൻ. ഇതൊരു സെൻട്രൽ വരുന്ന ഒരു റൂമാണേ. ഈ റൂം അങ്ങനെ വരാനൊരു കാര്യമുണ്ട്. ആ കാര്യം ഞാൻ ഉമ്മാടുത്ത് തന്നെ ചോദിക്കാം. ഉമ്മ രണ്ടത്തെ തിണ്ണേന്ന് പറയും. ഇവിടെ ആയിരിക്കും എല്ലാവരും കൂടെ കൂടി താളം. ഈ താളത്തിലായിരുന്നു എല്ലാവരും കൂടെ തിന്നാനിരിക്കുക, കുടിക്കാനിരിക്കുക. ഇപ്പം അതൊക്കെ ഇടിഞ്ഞു പോയൊരു പരുവായി വീടൊക്കെ. വേണ്ട മേലേന്ന് ആകാശം കാണുന്ന വീട് കണ്ടോ. തിണ്ണ കഴിഞ്ഞിട്ട് ആകാശം കാണുന്ന റൂം. ഇതൊരു അടുക്കളയായിരുന്നു. അടുക്കളയൊക്കെ ഇടിഞ്ഞ് ഒരു പരുവായി. ചിമ്മിനിയൊക്കെ കണ്ട. ഇതാ പണ്ടത്തെ പിന്നെ അമ്മി, നിങ്ങളുടെ അമ്മിയാണിത്. അടുപ്പതാ ഇതാണ് അടുപ്പൊക്കെ. ഇവിടെ ഒരു ജനലുണ്ടായിരുന്നു. ജനലെല്ലാം പോയി കേട്ടോ. ഇവിടെ ഒരു ജനലുണ്ട്. ഓക്കെ, ആകാശം കാണുന്ന അടുക്കള. ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ളതാണ്. പിന്നെ നമ്മൾ തൊടണ്ട, കാരണം അതൊക്കെ പൊടിഞ്ഞു പോയാലോ. ഇതാണ് നിങ്ങളുടെ ഉമ്മുമ്മയുടെ റൂമാണ് കേട്ടോ. ഇവിടുത്തെ ഉമ്മുമ്മ കാരണത്തി നമ്മൾ കുടുംബത്തൊരു കുടുംബനാഥൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിങ്ങളുടെ ഉമ്മുമ്മയുടെ വീടാ. കണ്ടോ ഈ പെട്ടി? ഞാൻ പോലും ഇല്ല. ഉമ്മുമ്മയുടെതാ ഈ പെട്ടി ഉണ്ടാ. ഈ പെട്ടി വേണ്ട, ജനലാണ് ഉമ്മുമ്മയുടെ. ഈ പെട്ടി ഉമ്മുമ്മയുടെ ഒരു പെട്ടിയാണ്. ഉമ്മുമ്മ ഇതിനകത്തൊക്കെയാണ് ചില്ലറ പൈസയൊക്കെ വയ്ക്കുക. പക്ഷെ ഇതാ എലി കറമ്പിയിട്ടുണ്ട്. ഇത് ഞാൻ ഉമ്മയുടെ കട്ടിലുണ്ട്. അന്നൊക്കെ ഇതുപോലെ വള്ളിക്കട്ടിലുകളാണ് കേട്ടോ. ഈ വള്ളിക്കട്ടിൽ ഇതൊക്കെ ഇപ്പം ആള് താമസമൊന്നും ഇല്ലാതെ ഇവിടെ കാണുന്നു ഇങ്ങനെ കിടക്കുക. ഇത് തൈലപ്പെട്ടി എന്ന് പറയും, ഓർമ്മയുണ്ടല്ലേ? പണ്ട് സ്വർണ്ണപ്പെട്ടി. ഇത് ഞങ്ങളുടെ വാപ്പുമ്മാടതാണ്. ഞങ്ങളുടെ വാപ്പാടെ ഉമ്മാടെ തൈലപ്പെട്ടി. ബാറ്ററി കിടക്കുന്നു. ഓ, എത്രയോ പ്രായം ചെന്ന് അവരൊക്കെ സൂക്ഷിച്ച് വെച്ച ഓരോ കാര്യങ്ങളാണ്. ഒക്കെയാണ് അവരുടെയൊക്കെ പെട്ടി. പക്ഷെ അവരെല്ലാം പോയി. നമുക്കൊക്കെ ചുമ്മാ ഇത് ഞാൻ എടുത്തുകൊണ്ട് പോട്ടെ. എനിക്ക് ഇതൊക്കെ അവരുടെയൊക്കെ ഒരു ഓർമ്മകൾ പോലെ. പക്ഷെ എന്താ ചെയ്യാനാ, ഇത് തന്നെമ്മ. ഇത് ഞാൻ കണ്ടേ. ഓ, ഇതുപോലെ ഒരു വലിയൊരു തൈലപ്പെട്ടിയും കാണാം. എന്ത് പെട്ടിയമ്മ ഇത്? തൈലപ്പെട്ടി എന്തോ. ഓ, അയ്യോ, എനിക്കിത് ഓർമ്മ വരുന്നു പടച്ചവനെ. എനിക്കിത് തൈലപ്പെട്ടി എന്നല്ല ഞാൻ പറഞ്ഞത്. തൈലപ്പെട്ടിയും വേണ്ട. ഇതൊക്കെ അങ്ങ് ഇത് വാപ്പുമ്മാടത്, ഇത് ഉമ്മുമ്മാടത്. 2 ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഞാനിത് അടിച്ചു മാറ്റി ഇവിടുന്ന്.
ഇത് എൻ്റെ ഇരുന്നത് തന്നെ ഈ സാധനം. ഞാൻ കല്യാണം കഴിഞ്ഞു എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ കളഞ്ഞപ്പോൾ എലിയൊക്കെ ഇറങ്ങിയൊക്കെ പോയി. കണ്ട, ഇത് രണ്ടും ഞാൻ എടുക്കും. ഇതൊരു അമ്മിക്കുഴവിയുടെ അത് പൊട്ടിപ്പോയതിൻ്റെതാണ് കുഴവി. ഇത് ചിരവ. ഇതൊക്കെ എനിക്ക് നെസ്റ്റ് അടിക്കുന്നുണ്ട്, വിഷമം തോന്നുന്ന ഒരു സംഭവമാണ്. ഇത് രണ്ടും ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ആശാരിയുടെ കൊടുത്ത് ഇത് ഞാൻ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കും. എൻ്റെ ഉമ്മാടവും എൻ്റെ വാപ്പുമാടവും കൂടെ പെട്ടികളാണ്, അവരുടെ സൂക്ഷിപ്പ് മുതൽ. അത് ഞാൻ അതെന്തോ എനിക്കത് കണ്ടപ്പം അവരെയൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ടോ പോലെ തോന്നുന്നു. എന്നേട്ടാ ഈ പെട്ടിയൊന്ന് തുറന്ന് നോക്കാം. അമ്മൂമ്മയുടെ എലിയെല്ലാം ഉണ്ടോ? ഇല്ല ഏട്ടാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നാടുന്നു. ഇതിൻ്റെ കാലിനൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഉമ്മയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നൊരു ഇതാണ്. ഞാൻ ആരെടുത്ത് പറയുന്നതെന്നാണ് ഉമ്മ ചോദിക്കുന്നത്. ഇല്ലമ്മ, ഞാനിത് വീഡിയോ പിടിക്കുകയാണമ്മ, എല്ലാവരുടെ അടുത്തും കൂടി പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നോ, എനിക്ക് ഈ തൈലപ്പെട്ടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ. ഇതിനകത്ത് നല്ല സ്വന്തം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. ഇല്ലേ ഉമ്മ? അതല്ലമ്മ, ചിലപ്പോൾ ഇതിനകത്തൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിരുന്നാണ്. എനിക്കറിയാം അമ്മൂമ്മക്ക് തൈലപ്പെട്ടി ഒരു വലിയൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇഷ്ടമായി. അതെ, അന്ന് അത് വലുതിൻ്റെ ഇത് വിട്ട് കിടക്കായിരുന്നു, പൊക്കി വെക്കണം. ഇതെനിക്ക് എങ്ങനെയാണ് ശരിയാക്കണം. ഞാൻ അവിടെ ഒരു കടയുണ്ട് നല്ല ഇത്, ഞാനിത് അടിച്ച് പൊളിച്ച് ഞാൻ കാണിക്കും നിങ്ങളെ കേട്ടാ. ഇതൊക്കെ ഇത് ഞാൻ പുതിയത് സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ. പക്ഷെ എലി കറമ്പിയതാണ് ഇത് കൂടുതലുണ്ടോ? ഇത് എത്ര വർഷം പഴക്കമുണ്ടാവുമ്മ? അത് എങ്ങനെ കൈ പിടിക്കാം? ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? 100 വർഷം പഴക്കമുള്ള പട്ടി. പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോയത് എലി കറമ്പിയതാണ്. ഇത് ഇറയാണ് കേട്ടാ ഇത്. പക്ഷെ നമ്മളെ ഉമ്മാക്ക് ആ സെൻട്രലിലെ റൂമാണ് ഇത്. ആ റൂം വീണിട്ട് ഇതാണ് അരിയിടിക്കുന്നത്. അന്ന് ഇതിനകത്ത് ആട്ടയും ചെയ്യുമായിരുന്നു. കുഴലി വെച്ചിട്ട് ആട്ടുകല്ല് പോലെ ഇങ്ങനെ ആട്ടി എടുക്കും. അങ്ങനെ ഉള്ള അവിടെയും കിടപ്പുണ്ട് ഒരു അമ്മി. കണ്ട, അമ്മിക്കല്ല് കണ്ട. ഇപ്പം ഇതാ ഇവിടെയൊക്കെ മാങ്ങയൊക്കെ പൂത്ത് തുടങ്ങി.